ഇനി നമുക്ക് പെരിയാറിലെ വിഷയത്തിലേക്ക് വരാം. റിപ്പോർട്ടർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെരിയാറിലെ വിഷമാലിന്യം വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. പെരിയാർ നദിയിലേക്ക് മാലിന്യം ഒഴുക്കിയ വ്യവസായ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ ചോദിച്ചു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനോട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആ വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല, വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം. 2020 ഏപ്രിൽ 1 മുതൽ 2024 മെയ് 23 വരെയുള്ള കാലയളവിൽ മലിനീകരണം നടത്തിയവർക്കെതിരെ പിഴ നടപടികൾ ഉണ്ടായോ എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. ഉണ്ടായിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിലുള്ള മറുപടി. നമുക്കൊന്ന് കണ്ടുവരാം. പെരിയാറിൽ മാലിന്യം തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ വെളിപ്പെടുത്താതെ ഒളിച്ചുകളിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇല്ലിത്തോട് മുതൽ കളമശ്ശേരി വരെയുള്ള പെരിയാർ നദിയുടെ ഭാഗങ്ങളിൽ പരിശോധന നടന്നെങ്കിലും നിയമലംഘനം നടത്തിയവർക്കെതിരെ ഇതുവരെ പിഴ ഈടാക്കിയില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ പെരിയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തായിട്ട് അവർ രേഖകൾ കാണുന്നില്ലെന്നാണ്. മാത്രമല്ല ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കീഴിൽ ഏകദേശം 1061 ഫ്ലാറ്റുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ 2 വർഷത്തെ ഈ മലിനീകരണ നിയന്ത്രണം ഈ പെരിയാറിനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇവർ രേഖകളില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ ശക്തമായ ഈ വ്യവസായ സ്ഥാപനങ്ങളെ പരിശോധന നടത്തുകയോ മലിനീകരണം നടത്തുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ രേഖകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നഗരത്തിലെ ഫ്ളാറ്റുകളിൽ നിന്ന് മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കി വിട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയില്ല. മാലിന്യം ഒഴുക്കിയവർക്കെതിരെ കർശന നടപടി എടുത്തെന്ന് പറയുമ്പോഴും കേസുകൾ എടുത്തില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടിയിൽ പറയുന്നു. മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാദിത്തരഹിതമായ മറുപടി. റിപ്പോർട്ടർ, കൊച്ചി.